ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കസ്റ്റമറെ കംപ്ലൈൻറ്റ് വണ്ടി ഓടിക്കുന്ന സമയത്ത്, അതായത് റഫ് റോഡ് കൂടെ ഓടിക്കുന്ന സമയത്ത്, അല്ലാത്ത ഒരു നേരിയ റഫ് റോഡ് ഓടിക്കുന്ന സമയത്ത് ഒരു പതിയൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ടെക് 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 സൗണ്ട് ഉണ്ടോ, റൈറ്റ് സൈഡാണ് വരുന്നത്. ചെറുതായിട്ട് പതിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു ക്രിക് 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 സൗണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് അതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ അയച്ച് ചെക്ക് ചെയ്തു, അതിൻ്റെ ബോൾ ജോയിൻറ്റ് ചെക്ക് ചെയ്തു, ടയർ റോഡിന് ചെക്ക് ചെയ്തു, ലോറാമിൻ്റെ ബോൾ ജോയിൻറ്റ് ചെക്ക് ചെയ്തു, ലിങ്ക് റോഡ് ചെക്ക് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ലിങ്ക് റോഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി. പക്ഷെ എന്നാലും ഈ സൗണ്ട് പോയില്ല. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ടെക് 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 സൗണ്ട്. അപ്പം അതിങ്ങനെ പോകുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും ടെക് ടെക് സൗണ്ട് റൈറ്റ് സൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തു. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് ചെക്ക് ചെയ്തു, അവിടെ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. എല്ലാ സസ്പെൻഷൻ എല്ലാ ഭാഗം ചെക്ക് ചെയ്തു, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാതെ അതിന് ഷോക്കിന് സ്റ്റെം അടിക്കണമെങ്കിലും ഇങ്ങനെ സൗണ്ട് വരും. ഷോക്ക് തരണം, ഷോക്ക് അയച്ച് ഇതാണ് അതിൻ്റെ സ്റ്റെമ്മ്. ഈ സ്റ്റെമ്മിൽ അടി വന്നു കഴിഞ്ഞാലും അങ്ങനെ സൗണ്ട് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷോക്ക് അയച്ച് റൈറ്റ് സൈഡിൽ ഷോക്ക് അയച്ച് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് ജസ്റ്റ് ഇത് നിലത്തിങ്ങനെ വെച്ചിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ സ്റ്റെമ്മ്, ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അടി കിട്ടും. അങ്ങനെ അടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ആ ഒരു സ്റ്റെമ്മ് അടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പതിയെ അങ്ങനെ പോകുമ്പോൾ ടെക് 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 സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് i20 അല്ലല്ലോ, i20 ഞാൻ കംപ്ലൈൻറ്റ് ആയിരുന്നത്. അപ്പോൾ i20 ഷോക്കെല്ലാം ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെമ്മ്. ഇത് ജസ്റ്റ് നിലത്ത് വെക്കുക, എന്നിട്ട് മുകളിൽ ഇവിടെ കാല് വെച്ചിട്ട് ഈ സാധനം അങ്ങനെ പതിയെ ആട്ടി വെക്കുക. ഇതിനെ താഴത്തേക്ക് വെക്കുന്ന സമയത്ത്, താഴത്തേക്ക് ഇങ്ങനെ ആക്കുന്ന സമയത്ത് സ്റ്റക്കാവും. താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പൊന്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റക്കാവും. പക്ഷേ ഈ ഒരു റാഡ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ അടി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെം അടിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ആ സ്റ്റെം അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ടെക് ടെക് സൗണ്ട് കിട്ടും. അത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ വീലിൽ പൊക്കി ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കോണമെന്നില്ല. അപ്പം ഇനി ഇത് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഷോക്ക് മാറണം. ഷോക്ക് മാറിക്കഴിഞ്ഞാൽ ആ സൗണ്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രിങ്ങും കാര്യങ്ങളും കഴിച്ച് വെച്ചിട്ട് ഇനി ഇത് ഷോക്ക് പുതിയത് മേടിച്ച് അത് മാറണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മൗണ്ടിങ് ബുഷ് ഉണ്ട്, ഇത് ഇതിൻ്റെ മുകളിൽ വരും കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരും. ഈ ഒരു മൗണ്ടിങ് ബുഷ് കൂടെ തന്നെ മാറണം ഏറ്റവും ബെറ്റർ കേട്ടോ. ഇത് ഉപയോഗിക്കും തോറും ഇതിന് തേയ്മാനം വരും. തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഒരു അടിപ്പുണ്ടാവും. ഗട്ടറൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ തേയ്മാനം വന്നാൽ നല്ലൊരു അടിപ്പുണ്ടാവും. ഷോക്ക് ഇങ്ങനെ ഷെയ്ക്കുന്ന സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ ഒരു അടിപ്പുണ്ടാവും. അത് തേയ്മാനം വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു ബുഷ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പുതിയ ഷോക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ.